വെൽക്കം ടു CC ബാങ്ക്. ഞാൻ മേഘ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലോയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിക്വിഡേഷൻ. പരീക്ഷകൾക്ക് CSEBയുടെ എക്സാമിനും മറ്റ് PSCയുടെ കോപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ഭാഗമാണ് എങ്കിലും നമുക്ക് അതിനെ പരീക്ഷയ്ക്ക് വരുന്ന രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സെക്ഷൻ 71 ആദ്യം നമ്മൾ പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസ്. സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ഇഫ് ദ രജിസ്ട്രാർ after an inquiry has been held under section 65 or an inspection has been made under section 66 or on receipt of an application made by not less than 3/4 of the members of a society. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അപ്പം ഞാൻ ഇത് ആക്ച്വൽ എന്താണോ ലോയിൽ പറയുന്നത് അതേ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുള്ളത് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ രജിസ്ട്രാർ ആണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇൻക്വയറി അല്ലെ? ഇൻക്വയറി സെക്ഷൻ 65 പ്രകാരം നടത്തുന്ന ഇൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിലോ ഒന്ന് സെക്ഷൻ 65 പ്രകാരം നടത്തുന്ന ഒരു ഇൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആൻ ഇൻസ്പെക്ഷൻ അല്ലെ? ഇൻസ്പെക്ഷൻ അണ്ടർ സെക്ഷൻ 66 സെക്ഷൻ 66 പ്രകാരം നടത്തുന്ന ഇൻസ്പെക്ഷന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിലോ ഓൺ റെസിപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി. അതായത് ആ സംഘത്തിന്റെ മൊത്തം അംഗങ്ങളുടെ 3/4 അംഗങ്ങൾ നൽകുന്ന ഒരു ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ 3 കണ്ടീഷനിലാണ് എന്ത് ചെയ്യുന്നത്? രജിസ്ട്രാർ വൈൻഡിങ് അപ്പിന് ഉത്തരവിടുന്നത്. is of the opinion that the society ought to be wound up. അപ്പോൾ ഇങ്ങനെ, അതായത് ഈ ഇൻക്വയറി നടത്തി, അതുപോലെ ഇൻസ്പെക്ഷൻ, അതുപോലെ തന്നെ 3/4 ഓഫ് മെമ്പേഴ്സ് തരുന്ന ആപ്ലിക്കേഷൻ, ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു സംഘം വൈൻഡപ്പ് ചെയ്യണം അല്ലെ, അടച്ചു പൂട്ടണം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? After giving the society an opportunity of making its representation അല്ലെ? അപ്പോൾ ആ സംഘത്തിന് പറയാനുള്ളത് തീർച്ചയായിട്ടും കേൾക്കണമല്ലോ. അപ്പൊ ആ സംഘത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി നൽകും. അതിനുശേഷം എന്ത് ചെയ്യും? ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഫിനാൻസിംഗ് ബാങ്ക് ടു വിച്ച് ദ സൊസൈറ്റി ഈസ് അഫിലിയേറ്റഡ് ആൻഡ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, അതിനുശേഷം ഫിനാൻസിംഗ് ബാങ്ക്, ഒരു ഫിനാൻസിംഗ് ബാങ്കുമായിട്ട് ഈ സംഘം അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഒരു സംഘത്തിന്റെ അഭിപ്രായം കൺസൾട്ടേഷൻ നടത്തും. പിന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, ആ സംഘം ഉൾപ്പെടുന്ന സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെയും കൂടി ഒരു കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷമാണ് രജിസ്ട്രാർ ഈ ഒരു സംഘം വൈൻഡപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി അദ്ദേഹം അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഓർഡർ ആയിട്ട് ഇൻ റൈറ്റിംഗ് അല്ലെ, എഴുതി തയ്യാറാക്കിയ ഒരു ഓർഡർ ആയിട്ട് ഇറക്കണം. ഡയറക്റ്റ് ഇറ്റ് ടു ബി വൗണ്ട് അപ്പ്. വൈൻഡ് അപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് അല്ലെ, അത് വൗണ്ട് അപ്പ് ചെയ്യണം അഥവാ അത് അടച്ചു പൂട്ടണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഉത്തരവായിട്ട് ഇറക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസ് ആണ്. 2 രജിസ്ട്രാർ ആണ് ഇതിന് ഉത്തരവിടുന്നത്. ഏതൊക്കെ കണ്ടീഷനിലാണ്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സെക്ഷൻ 65 പ്രകാരം നടത്തുന്ന ഇൻക്വയറിയിൽ അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, വൈൻഡപ്പ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ. 2, സെക്ഷൻ 66 പ്രകാരം നടത്തിയ ഇൻസ്പെക്ഷന്റെ അടിസ്ഥാനത്തിൽ. 3, എന്താണ്? മൊത്തം ആ സംഘത്തിലെ അംഗങ്ങളിൽ 3/4 അംഗങ്ങൾ ഈ ഒരു സംഘം അടച്ചു പൂട്ടണം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ 3 കേസിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? ആ സംഘത്തിന് പറയാനുള്ള കാര്യങ്ങളും കൂടി കേട്ടതിന് ശേഷം, ഒരു റെപ്രസെന്റേഷനുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയതിന് ശേഷം ആ ഫിനാൻസിംഗ് ബാങ്കിന്റെ, ആ സംഘത്തിന്റെ ഫിനാൻസിംഗ് ബാങ്കും അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും കൂടിയായിട്ട് കൂടിയാലോചനയ്ക്ക് ശേഷമാണ് എന്ത് തീരുമാനിക്കുക? ഈ സംഘം അടച്ചു പൂട്ടണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനമെടുക്കുക. അത് അദ്ദേഹം ഒരു ഓർഡർ ആയിട്ട് ഇൻ റൈറ്റിംഗ് അല്ലെ, അത് എഴുതി തയ്യാറാക്കിയ ഒരു ഓർഡർ ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് അറിയണം. ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് കേട്ടോ. ഓക്കെ, റിപ്പീറ്റഡ് ആണ്. ഇതൊരു PYQ, റിപ്പീറ്റഡ് PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ 3/4. അതായത് ആപ്ലിക്കേഷൻ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസിൽ എത്ര പേര് ഒപ്പിടണം എന്നുള്ള ചോദ്യം റിപ്പീറ്റഡ് ആണ്. അപ്പോൾ 3/4 മെമ്പേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അടുത്തേക്ക് പോവാം. ഇനി രജിസ്ട്രാർ മേ ഓഫ് ഹിസ് ഓൺ മോഷൻ ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ്
ഡയറക്ട് ദ വൈൻഡിങ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ ഇതിനെ ഡയറക്റ്റ് ചെയ്യും, അതായത് ഇതിന് നിർദ്ദേശം കൊടുക്കും, ഈ ഒരു സംഘം അടച്ചു പൂട്ടാം എന്നുള്ള കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷം ഇത് അടച്ചു പൂട്ടാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരികയാണ്. ഇനി അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു സംഘം അടച്ചു പൂട്ടേണ്ടത്? അപ്പോൾ കണ്ടീഷൻസ് ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ സൊസൈറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തത് എന്താണ്? Where it is a condition of the registration of the society that the society shall consist of at least 25 members and the number of members has been reduced to less than 25. അപ്പോൾ നമുക്കറിയാം, ഒരു കോപ്പറേറ്റീവ് സംഘം രൂപീകരിക്കണമെങ്കിൽ 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെന്റ് ഫാമിലി വേണം. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ, വളരെ ബേസിക് ആയിട്ട് രജിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ 25 അംഗങ്ങൾ രൂപീകരിച്ച് തുടങ്ങിയ ഒരു സംഘത്തിൽ 25 അംഗങ്ങളിൽ താഴെ പോയാൽ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും ആ സംഘത്തിന് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. അപ്പൊ എന്താണ്? റെഡ്യൂസ്ഡ് ലെസ് ദാൻ 25 അപ്പൊ -25 ആയാൽ, അതായത് 25-ൽ താഴെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംഘം അടച്ചു പൂട്ടാം. അത് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ നോക്കൂ. Where the society has not commenced working within 6 months of its registration unless extension of time is granted by the registrar or has ceased to work. അതായത് നമുക്കറിയാം, രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലല്ലേ ഒരു സംഘം തുറന്ന് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 6 മാസമായിട്ടും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, ഒരു പക്ഷെ അവർ ചിലപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് കുറച്ചും കൂടി ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് ചിലപ്പോൾ രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, രജിസ്ട്രാർ അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാധകമല്ല. പക്ഷേ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല, 6 മാസമായിട്ടും രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഈ സംഘം പ്രവർത്തിച്ചിട്ടില്ലെങ്കിലോ, അങ്ങനെയുള്ള സംഘത്തിനെയും വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടീഷൻസ് ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ സൊസൈറ്റി ആണ് കേട്ടോ. അതിൽ രണ്ടാമത്തെ പോയിന്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, മൂന്നാമത്തത്. വേർ ദ നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫോൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ആക്ച്വൽ വർക്കേഴ്സിന്റെ എണ്ണം പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ താഴെ ആയി കഴിഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് എ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ ഓക്യുപ്പേഷൻ. അതായത് നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിലുള്ളവരുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവിടെ ആ തൊഴിൽ ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ സംഘത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉള്ള അംഗങ്ങൾ ആ സംഘത്തിൽ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അങ്ങനെയാവുമ്പോഴും ഈ സംഘത്തെ എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ 3 കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 1, 25 മെമ്പേഴ്സിൽ താഴെ പോയി കഴിഞ്ഞാൽ. 2 എന്താണ്? രജിസ്ട്രേഷൻ നടത്തി 6 മാസമായിട്ടും അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ. 3 എന്താണ്? ഏത് ഒക്യുപ്പേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നവരുടെ ഇൻഡസ്ട്രിയിലുള്ളവരുടെ ഒരു സംഘമാണെങ്കിൽ അതിൽ വേണ്ട ആക്ച്വൽ വർക്കേഴ്സിന്റെ എണ്ണം പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ താഴെ പോയി കഴിഞ്ഞാൽ. ഈ 3 കണ്ടീഷനിലാണ് നമ്മുടെ രജിസ്ട്രാർ ഒരു സംഘം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ അദ്ദേഹം എഴുതി തയ്യാറാക്കി നൽകുന്നത്. അടുത്തത് ഇനി അടുത്ത കാര്യം നോക്കൂ. ഇഫ് എ പ്രപ്പോസൽ ഫോർ റീവൈറ്റലൈസേഷൻ ഓഫ് എ സൊസൈറ്റി in respect of which an order under subsection 2 has been passed is received by the registrar within a period of 1 year from the date of such order, the registrar may cancel the same and allow the society to continue to exist. എന്താ ഇതിൽ പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സെന്റൻസ് ആണ് അല്ലേ? പക്ഷെ നമ്മൾ ഇതിനെ പഠിക്കേണ്ടത് ഇതിനെ ബ്രേക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ 3 കണ്ടീഷൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു സംഘം വൈൻഡ് അപ്പ് ചെയ്യേണ്ട കണ്ടീഷൻസ്. ഇനി ഈ 3 കണ്ടീഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 25 മെമ്പേഴ്സിൽ കുറവുള്ളൊരു സംഘം, അവര് രജിസ്ട്രാർ ഉത്തരവിട്ടു ഈ സംഘം വൈൻഡ് അപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് ഉത്തരവിട്ട് 1 വർഷത്തിനുള്ളിൽ, ആ ടൈം പീരീഡ് പ്രത്യേകം ശ്രദ്ധിക്കണം, 1 വർഷത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് ആ സംഘം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ സംഘം അവര് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് റീവൈറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനൊരു പുതിയൊരു ഊർജ്ജം കൊടുക്കുക, പുതിയൊരു ഇംപെറ്റസ് കൊടുക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ ആ രീതിയിൽ റീവൈറ്റലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് മേ ക്യാൻസൽ രജിസ്ട്രാറിന് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം എന്ത്? ഈ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ്. അപ്പോൾ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ഇനീഷ്യേറ്റ് ചെയ്തു. പക്ഷേ 1 വർഷത്തിനുള്ളിൽ ആ ഓർഡർ ഇട്ട് 1 വർഷത്തിനുള്ളിൽ റീവൈറ്റലൈസേഷന്റെ പ്രപ്പോസല് സംഘത്തിൽ നിന്നും ലഭിക്കുന്ന പക്ഷം എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം. ഈ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് ക്യാൻസൽ ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് അത്? 1 വർഷത്തിനുള്ളിൽ റിസീവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ.
അപ്പോൾ 1 ഇയർ എന്ന് പറയുന്ന ഒരു ടൈം ലിമിറ്റ് ഇവിടെ ഉണ്ട്. നമുക്കറിയാം അല്ലേ, ലോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ലിമിറ്റുകൾ. അപ്പോൾ കൃത്യമായിട്ട് ഈ ടൈം ലിമിറ്റ് ഇവിടെ ശ്രദ്ധിക്കുക. 1 ഇയർ ആണ്. 1 ഇയറിനുള്ളിൽ കിട്ടുന്ന അപേക്ഷ മാത്രമാണ് അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ. അതിൽ മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ ബാധകമായിട്ടുള്ളൂ. അടുത്തത്, provided that this subsection shall not apply in the case of a society which does not commence functioning within a period of 6 months from the date of registration. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, റീവൈറ്റലൈസേഷൻ പ്രപ്പോസൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷത്തിനുള്ളിൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ രജിസ്ട്രാർക്ക് ഈ വൈൻഡിങ് പ്രൊസീഡിങ്സ് ക്യാൻസൽ ചെയ്യാം എന്ന് പറയുന്ന കണ്ടീഷൻ, അത് എന്തിന്റെ കാര്യത്തിൽ ബാധകമല്ല? രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അവിടെ പിന്നെ റീവൈറ്റലൈസേഷൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അവിടെ പിന്നെ ആ സംഘം എന്തേ ചെയ്യുന്നുള്ളൂ? അടച്ചുപൂട്ട് എന്നൊരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഇതും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ്? 6 മന്ത്സ് ആഫ്റ്റർ രജിസ്ട്രേഷൻ നടത്തി 6 മാസം കഴിഞ്ഞിട്ടും സംഘം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഈ ക്ലോസ് ഇതിന് ബാധകമല്ല. അടുത്തത്, നമുക്കറിയാം ഈ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് സെക്ഷൻസും റൂൾസും ഉണ്ട്. അത് പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലുള്ള എല്ലാ സെക്ഷനും എല്ലാ റൂളും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലിക്വിഡേഷനിൽ. അതുകൊണ്ട് പ്രത്യേകം പഠിക്കുക. സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസ് നമ്മൾ പറഞ്ഞു. സെക്ഷൻ 72 ആണ് ലിക്വിഡേറ്റർ. സെക്ഷൻ 72 ഡീൽസ് വിത്ത് ലിക്വിഡേറ്റർ. ദെൻ സെക്ഷൻ 73 എന്താണ്? പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. സെക്ഷൻ 74 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി വരുന്നത് എത്രയിലാണ്? സെക്ഷൻ 74ലാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സെക്ഷൻസ്. ഓക്കെ, ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടത് സെക്ഷൻ 71, 72, 73, 74. അടുത്ത റൂള് 69ഉം റൂൾ 70ഉം നോക്കാം. റൂൾ 69 എന്താണ്? പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ. ലിക്വിഡേറ്റർ അഡോപ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് റൂൾ 69 പറയുന്നത്. റൂൾ 70ലോ ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് എ സൊസൈറ്റി ഓർഡർ ടു ബി വൗണ്ട് അപ്പ്. അതായത് ഏതൊരു സംഘത്തിനെയാണോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ റെക്കോർഡുകൾ, അല്ലേ, അക്കൗണ്ട്സും റെക്കോർഡ്സ് ഒക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ റൂൾ 70ലാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃത്യമായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് സെക്ഷൻസ് റൂൾസും ഓർമ്മയുണ്ടാവണം. ഓക്കെ, നമുക്ക് അറിയാം CSEBയുടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് CSEB ഒരു കൃത്യമായി വിശദമായ സിലബസ് തരുന്നില്ല എന്നുണ്ടെങ്കിലും സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കോർപ്പറേഷൻ ആണെങ്കിലും ലോ ആണെങ്കിലും അക്കൗണ്ടൻസി ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഈ 4 എണ്ണമാണ്. പിന്നെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാംസിനൊക്കെ ആണെങ്കിൽ ഓഡിറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് അല്ലേ? പക്ഷെ വളരെ കുറച്ചാണ് ഓഡിറ്റിംഗിൽ വരാറുള്ളൂ. അപ്പോൾ ഇത് സബ്ജക്ട്സ് പഠിക്കണം. അതേപോലെ തന്നെ എന്താണ്? ഇംഗ്ലീഷും മാത്സും GKയും പഠിക്കണം. ഇതിന് എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമാണ് നമ്മൾ ഏറ്റവും ഉയർന്ന മാർക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? കാരണം 50 മാർക്കിന്റെ മാക്സിമം ആണ് നമുക്ക് സബ്ജക്റ്റിന് കിട്ടുക. ആ 50 മാർക്കിൽ 50ഉം കിട്ടിയാലും എന്താണ്? കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഉറപ്പല്ലേ? കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വരുന്ന കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത് 65 ആ ഒരു റേഞ്ചിൽ അല്ലേ, 62, 63, 64 അല്ലെ. ഇപ്പോൾ ഒരു 65 മാർക്കൊക്കെ കിട്ടിയാൽ തന്നെയാണ് നമുക്ക് ജോലി കിട്ടാനുള്ളൊരു മാർക്കൊക്കെ ആവുന്നുള്ളൂ. എപ്പോഴും അതിനും മുകളിലേക്ക് എയിം ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും മാത്സും GKയും കൂടി അതേ ഇമ്പോർട്ടൻസോട് കൂടി പഠിച്ചാൽ മാത്രമേ ജോലിക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ടൈം ആവശ്യമാണ് അല്ലേ? കുറഞ്ഞ സമയം കൊണ്ട് ഇത് പഠിച്ചെടുക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പറ്റില്ല എന്നുള്ളതല്ല, ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ കാമായി കൃത്യമായി പഠിച്ചെടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസം സമയം തീർച്ചയായിട്ടും വേണം. ഒരു പുതിയ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കൃത്യമായിട്ട് എല്ലാ സബ്ജക്റ്റുകളും ഏറ്റവും ബേസിക് ആയ കാര്യം തുടങ്ങി. ഇപ്പോൾ ലോ ആണെന്നുണ്ടെങ്കിൽ 1ാമത്തെ സെക്ഷൻ തുടങ്ങിയിട്ട് എല്ലാ സെക്ഷൻസും എല്ലാ റൂൾസും അതിനുള്ളിൽ വരുന്ന PYQസും അതുപോലെ തന്നെ മോഡൽ എക്സാംസും എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CSEBയുടെ അടുത്ത് വരുന്ന പരീക്ഷയ്ക്ക്, അത് അധികം മെയ് ജൂണിലൊക്കെ ആയിട്ടായിരിക്കും. അപ്പോഴേക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോട് കൂട്ടി തന്നെ എക്സാം ഹാളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബാച്ച് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. 3 മാസത്തിൻ്റെയും 6 മാസത്തിൻ്റെയും. നിങ്ങളൊരു വളരെ ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 6 മാസത്തിൻ്റെ ബാച്ചിലാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ടൈം കിട്ടും. കൃത്യമായിട്ട് നിങ്ങളൊരു സ്ലോ ആയിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 6 മന്ത്സ് ബാച്ചും 3 മന്ത്സ് ബാച്ചും നിങ്ങൾക്ക് എന്തുകൊണ്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് വേർത്തി ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ദെൻ ഇനി നമ്മളെ എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ലിക്വിഡേഷനിൽ വന്നിട്ടുള്ള അഥവാ വൈൻഡിങ് അപ്പിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയെക്കുറിച്ച് നമുക്കറിയണം. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. സെക്ഷൻ 73 വന്നിട്ടുള്ള
പ്രധാനപ്പെട്ട ഭേദഗതി എന്താണ്? സെക്ഷൻ 73 നമുക്കറിയാം, കണ്ടോ, ഫോർ ദ വേർഡ്സ് 3 years the words 2 years shall be inserted എന്നാണ് അമെൻമെന്റിൽ പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. പ്രൊവൈഡഡ് ദാറ്റ്, ഇതാണ് കേട്ടോ അമെൻമെന്റ് വന്നിട്ടുള്ളത് ഇതാണ്. അതായത് സബ്സെക്ഷൻ 2A അതിനുശേഷം ആഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷനാണിത്. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ വൈൻഡിംഗ് അപ്പ് പ്രൊസീഡിംഗ്സ് കനോട്ട് ബി കംപ്ലീറ്റഡ് വിതിൻ എ പീരീഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ലിക്വിഡേറ്റർ. അതായത് നമ്മൾ പഠിച്ചു വെച്ചത് എന്തായിരുന്നു? ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് മുഴുവനും എന്നാണോ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അത് തുടങ്ങി 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 3 വർഷം എന്നായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം എത്രയാണ്? 2 വർഷമാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. അപ്പോൾ all the liquidation proceedings shall be completed within a period of 2 years from the date of appointment of the liquidator. ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് PYQ ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയും ചോദിക്കുമ്പോൾ എന്താണ് 2 വർഷം എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 3 വർഷം എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതല്ല, ഇപ്പോൾ നിലവിൽ അത് 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്നറിയോ? ഇനി ലിക്വിഡേറ്റർ ഇൻ കേസ് അദ്ദേഹത്തിന് ഈ പറയുന്ന 2 വർഷത്തിനുള്ളിൽ ഈ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദ ലിക്വിഡേറ്റർ ഷാൾ സബ്മിറ്റ് എ റിപ്പോർട്ട് ടു ദ ഗവൺമെന്റ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. അതായത് ഇൻ കേസ് ഈ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന എന്താണ്? രജിസ്ട്രാർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം എന്താണ്? ഗവൺമെന്റിനാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ത്രൂ രജിസ്ട്രാർ. കണ്ടോ, ത്രൂ ദ രജിസ്ട്രാർ മുഖാന്തരം ഗവൺമെന്റിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കണം. എന്ത് കാണിച്ചുകൊണ്ട്? സ്റ്റേറ്റിംഗ് ദ പ്രൊസീജറൽ കൺസ്ട്രെയിൻസ്, അല്ലെ, വിച്ച് പ്രിവെന്റ് ഹിം ടു കംപ്ലീറ്റ് ദ പ്രൊസീഡിങ്സ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ ബൈൻഡിങ് പ്രൊസീഡിങ്സ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കാത്തത് എന്ന് കാണിക്കുന്ന എന്തൊക്കെ ഒരു പ്രൊസീജറൽ കൺസ്ട്രെയിൻസ്, അതായത് ഇത് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഗവൺമെന്റിനാണ് സമർപ്പിക്കേണ്ടത് ത്രൂ രജിസ്ട്രാർ. ഇതാണ് പുതിയൊരു ഭേദഗതി. ഓക്കെ, പണ്ടത് എങ്ങനെയായിരുന്നു? രജിസ്ട്രാർക്ക് സമർപ്പിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രജിസ്ട്രാർക്ക് അല്ല, ഗവൺമെന്റിനാണ് സമർപ്പിക്കേണ്ടത് ത്രൂ രജിസ്ട്രാർ എന്നാണ്. അപ്പൊ ചോദ്യം എന്താണെന്ന് നോക്കിയിട്ട് ഉത്തരം എഴുതണം കേട്ടോ. ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് ഉത്തരം എഴുതുക. പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇൻ സച്ച് കേസസ്, ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇഷ്യൂ ദ ഫൈനൽ ഓർഡർ വിത്ത് ദ പെർമിഷൻ ഓഫ് ഗവൺമെന്റ് വിതിൻ ദ ടൈം സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എത്ര സമയത്തിനുള്ളിൽ ഇനി അത് എന്താ പറയുക വൈൻഡിങ് അപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. പക്ഷെ അവിടെയും ഒരു പ്രൊവിഷൻ ഉണ്ട്. എന്താണ്? പ്രൊവൈഡഡ് ഹൗവർ ദാറ്റ് സച്ച് എക്സ്റ്റൻഷൻ ഷാൾ നോട്ട് എക്സീഡ് എ പീരീഡ് ഓഫ് 1 year. പക്ഷെ ഗവൺമെന്റിനും ഈ ഒരു എക്സ്റ്റൻഷൻ എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ? മാക്സിമം 1 year വരെ എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എക്സ്റ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 year ആണ്. അപ്പോൾ ഈ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത് വന്നിട്ടുള്ള ഭേദഗതി ഈ 2 പോയിന്റ് ആണ്. ഒന്ന്, വൈൻഡിങ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം പീരീഡ് 3 നിന്നും 2 ആക്കി മാറ്റിയിട്ടുണ്ട്. 3 നിന്നും അത് 2 ആക്കി മാറ്റിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ഇൻ കേസ് വിതിൻ ആ ഒരു 2 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിക്വിഡേറ്റർ ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഗവൺമെന്റിനാണ് ത്രൂ രജിസ്ട്രാർ. ഓക്കെ, യെസ്. ഇനി അതിൽ തന്നെ ഗവൺമെന്റിന് മാക്സിമം എക്സ്റ്റൻഷൻ ടൈം എത്ര കൊടുക്കാം? 1 year. 1 year ആണ് മാക്സിമം കൊടുക്കാവുന്ന എക്സ്റ്റൻഷൻ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ എന്നുള്ള 3 പോയിന്റ്. കുറെ കാര്യങ്ങൾ, അതായത് ലിക്വിഡേറ്ററിലും അതുപോലെ തന്നെ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ എന്നൊക്കെ പറയുന്ന കാര്യത്തിലും റൂളിലൊക്കെ പറയുന്ന കാര്യങ്ങളെ സമ്മപ്പ് ചെയ്തുകൊണ്ട് ഏറ്റവും അതിൽ വരുന്ന പോയിന്റുകൾ, എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അപ്പൊ എല്ലാ പോയിന്റുകളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ദ രജിസ്ട്രാർ ഷാൾ അപ്പോയിന്റ് എ ലിക്വിഡേറ്റർ ആൻഡ് നോട്ടിഫൈ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. അല്ലെ, നമുക്കറിയാം രജിസ്ട്രാർ ആണ്. ശ്രദ്ധിക്കേണ്ട എന്താണ്? ആരാണ് ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്? രജിസ്ട്രാർ ആണ്. ഇവിടെ വരാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ആരാണ് ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ചോദിക്കും. ഓപ്ഷനിൽ ആദ്യം തന്നെ ഗവൺമെന്റ് ഉണ്ടാവും. അപ്പൊ ഗവൺമെന്റ് അല്ല, ആരാണ്? രജിസ്ട്രാർ ആണ്. ഓക്കെ, ഇനി അത് എവിടെ നോട്ടിഫൈ ചെയ്യണം? ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് നോട്ടിഫൈ ചെയ്യാന്നുള്ള ഈ ഒരു നോട്ടിഫൈ ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ള ചോദ്യമൊക്കെ ഈ ഇടയായിട്ട് പരീക്ഷയിൽ വരുന്നതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എവിടെ നോട്ടിഫൈ ചെയ്യേണ്ടത്? ഒഫീഷ്യൽ ഗസറ്റിലാണ് കേട്ടോ. ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ്, ദി ലിക്വിഡേറ്റർ ഷാൾ ഇൻവൈറ്റ് ഓൾ ക്ലെയിംസ് അഗെയിൻസ്റ്റ് സൊസൈറ്റി വിതിൻ 2 months. ഇപ്പൊ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തു. നമ്മൾ അതിനുശേഷം പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററിൽ പറയുന്നുണ്ട്. എന്താണ്? ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? ആ സൊസൈറ്റി, ഏത് സംഘമാണോ അദ്ദേഹം വൈൻഡപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്, ആ പ്രൊസീഡിങ്സ് ചെയ്യാനായി വന്നിട്ടുള്ളത്, ആ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലെയിംസ്, അല്ലെ,
അവിടെയുള്ള ക്രെഡിറ്റേഴ്സിനും ഡെപ്റ്റേഴ്സിനൊക്കെ ഒരുപാട് എന്തുണ്ടാവും, ക്ലെയിംസ് ഉണ്ടാവും അല്ലെ. ആ ക്ലെയിംസ് ഒക്കെ എത്ര സമയത്തിനുള്ളിൽ ഇൻവൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്? 2 മാസത്തിനുള്ളിൽ സ്വീകരിക്കണം. എത്രയാണ്? 2 മാസം. എത്രയാണ്? 2 മാസം. അടുത്തത്, സെറ്റിൽ ഓൾ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി സൊസൈറ്റി. ആ സംഘത്തിന്റെ എല്ലാ ബാധ്യതകളും അല്ലെ, എല്ലാ അസറ്റ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ലിക്വിഡേറ്റർക്ക് ഉണ്ട്. വിത്ത് ദ പെർമിഷൻ ഓഫ് രജിസ്ട്രാർ ഓതറൈസ് എനി പേഴ്സൺ ടു മേക്ക് കളക്ഷൻസ് ആൻഡ് ഇഷ്യൂ വാലിഡ് റെസീപ്റ്റ്സ്. രജിസ്ട്രാറിന്റെ പെർമിഷനോട് കൂടി ലിക്വിഡേറ്റർക്ക് എന്ത് ചെയ്യാം? ഒരാളേനെ ഈ കാര്യങ്ങൾ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ റെസീപ്റ്റ്സ് ഇഷ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ചുമതലപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അതിന് ആരുടെ പെർമിഷൻ വേണം? രജിസ്ട്രാറിന്റെ പെർമിഷൻ വേണം. സബ്മിറ്റ് ക്വാർട്ടർലി റിപ്പോർട്ട് ടു ദ രജിസ്ട്രാർ റിഗാർഡിംഗ് ദ പ്രോസസ് ഓഫ് ലിക്വിഡേഷൻ. പിന്നീട് ക്വാർട്ടർലി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് രജിസ്ട്രാർക്കാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്നത് ക്വാർട്ടർലി റിപ്പോർട്ടാണ്. പക്ഷേ ഈ 2 വർഷത്തിനുള്ളിൽ വൈൻഡിംഗ് അപ്പ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാ? അത് ഗവൺമെന്റിനാണ്, ത്രൂ രജിസ്ട്രാർ. ഇവിടെ പറയുന്നത് ക്വാർട്ടർലി റിപ്പോർട്ടാണ്. അതായത് ഒരു വൈൻഡിംഗ് അപ്പിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ അതിന്റെ പ്രോഗ്രസ് അല്ലെ, എത്രത്തോളം കംപ്ലീറ്റ് ആയി, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, അങ്ങനെ അതൊരു ഘട്ടം ഘട്ടമായിട്ടല്ലേ നടക്കുക. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ക്വാർട്ടർലി ആയിട്ട് ആരെയും ഇൻഫോം ചെയ്യണം? രജിസ്ട്രാറിനെയാണ് ഇൻഫോം ചെയ്യേണ്ടത്. മനസ്സിലായോ? അടുത്തത്, all funds in the charge of liquidator shall be deposited in a bank approved by the registrar. അല്ലെ, അപ്പോൾ എന്താണ്? ഈ സംഘത്തിന്റെ അടച്ചുപൂട്ടലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫണ്ടുകളും ഇൻ ദ ചാർജ് ഓഫ് ലിക്വിഡേറ്റർ ഷാൾ ബി ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് അപ്രൂവ്ഡ് ബൈ രജിസ്ട്രാർ. രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുന്ന ഒരു ബാങ്കിൽ വേണം ഈ ഫണ്ടുകളൊക്കെ നിക്ഷേപിക്കാനായിട്ട്. രജിസ്ട്രാർ ഷാൾ ഫിക്സ് ദ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ any to the liquidator, the charges to be paid to the government to meet the cost of the liquidator. അല്ലെ, ഇനി നമ്മുടെ ലിക്വിഡേറ്ററിന്റെ റെമ്യൂണറേഷന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? രജിസ്ട്രാർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെന്റിന് ഒക്കെ ഈ കാര്യങ്ങളെ കുറിച്ച് ഇൻഫോം ചെയ്യുന്നതും എല്ലാം രജിസ്ട്രാർ ആണ് ചെയ്യുന്നത്. അടുത്തത്, ലിക്വിഡേറ്റർ ഷാൾ ഹാവ് ദ പവർ ടു കോൾ ഫോർ മീറ്റിംഗ്സ് ഓഫ് ദ സൊസൈറ്റി അണ്ടർ വൈൻഡിംഗ് അപ്പ് ഫ്രം ടൈം ടു ടൈം. അപ്പൊ ആ സംഘത്തിന്റെ വൈൻഡിംഗ് അപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴൊക്കെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണമോ അപ്പോഴൊക്കെ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ലിക്വിഡേറ്റർക്ക് അധികാരമുണ്ട്. കാരണം ലിക്വിഡേറ്ററിനെ ആണല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വേണ്ട സമയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തി കൃത്യമായ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. At the conclusion of the winding up proceedings, a last general body meeting shall be conducted or shall be called. At that meeting, the liquidator shall summarize his proceedings and report. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. ആരാണ് ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത്? ആരാണ് ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത്? ആരാണ്? യെസ്, ലിക്വിഡേറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്കുള്ളൊരു ചോദ്യം, ആരാണ് ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത്? കമന്റ് ബിലോ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? ലാസ്റ്റ് ജനറൽ ബോഡിയാണ്. ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ലിക്വിഡേറ്റർ ആണ്. ഓക്കെ, അതിൽ അദ്ദേഹം എന്താ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ വൈൻഡിംഗ് അപ്പുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡിറ്റർമൈൻ ഹൗ സർപ്ലസ് ഇഫ് എനി ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ആൻഡ് എ റെസൊല്യൂഷൻ പാസ് ബൈ എ ജനറൽ ബോഡി റിക്വസ്റ്റിംഗ് രജിസ്ട്രാർ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റി ടു ബി ലിക്വിഡേറ്റഡ്. അതായത് ഇനിയിപ്പോ ആ സംഘം അടച്ചുപൂട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെയുള്ള അസറ്റും ലയബിലിറ്റി ഒക്കെ നിശ്ചയിച്ച് കൃത്യമായിട്ട് അതിനൊക്കെ സെറ്റിൽ ചെയ്യണമല്ലോ. ഇനി സർപ്ലസ് ആയിട്ടുള്ള പൈസയൊക്കെ എന്ത് ചെയ്യണം, അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള കാര്യമൊക്കെ ഈ മീറ്റിംഗിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ജനറൽ ബോഡിയിൽ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം, അല്ലെ, ഒരു പ്രമേയം പാസ്സാക്കണം. എന്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്? രജിസ്ട്രാറിന്റെ അടുത്ത് ഈ ഒരു സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത് ജനറൽ ബോഡിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെന്താണ്? അതുപോലെ തന്നെ ലയബിലിറ്റി, കൃത്യമായിട്ട് ലയബിലിറ്റി, അതായത് ഇപ്പൊ ചില പൈസയൊക്കെ ആർക്കാണ് ആരുടെയാണ് എന്നുള്ള ഒരു അറിവും ഉണ്ടാവില്ല, അല്ലെ, അതിന്റെ ആൾക്കാരൊന്നും അത് അന്വേഷിച്ച് വരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും? അതാണ് വേർ അബൌട്ട്സ് പറഞ്ഞാൽ അതിനെ കുറിച്ച് ഒരു അറിവുമില്ല. ഈ ക്ലെയിം ചെയ്യുന്ന ആൾക്കാർ ആരാണ്, അവരെ കുറിച്ച് ഒന്നും ഒരു അറിവില്ലാത്ത പക്ഷം എന്ത് ചെയ്യും? അങ്ങനെയുള്ള പൈസ ഉണ്ടാവുമല്ലോ, ആ പൈസ എന്താ ചെയ്യുക? അത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ ബാങ്ക് ഫോർ മീറ്റിംഗ് ദെയർ ക്ലെയിംസ്, അല്ലെ, ഫിനാൻസിങ് ബാങ്കിലാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു എമൗണ്ട് ഇത് അന്വേഷിച്ച് ആരും വന്നിട്ടില്ല, ആർക്കും ഇത് കൊടുത്തിട്ടില്ല, അല്ലെ, 3 വർഷമായിട്ടും ഇത് അൺപെയ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ പൈസ എന്ത് ചെയ്യും? നോക്കൂ, കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലോട്ടാണ് പോവുക. ഏതിലേക്ക് പോവും? കോമൺ ലിക്വിഡേഷൻ ഫണ്ട്. ഇത് ആരുടെ പേരിലാണ്? നോക്കൂ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് താലൂക്ക് വിതിൻ ദ ഫിനാൻസിംഗ് ബാങ്ക്. അതായത് ഫിനാൻസിംഗ് ബാങ്കിന്റെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് താലൂക്ക് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ടാവുമല്ലോ,
ആ അക്കൗണ്ടിലോട്ടാണ് ഈ അൺക്ലെയിംഡ് എമൗണ്ട് പോവുക. ആ അൺക്ലെയിംഡ് എമൗണ്ട് പോകുന്നത് കോമൺ ലിക്വിഡേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു അക്കൗണ്ടിൽ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് താലൂക്കിന്റെ ഫിനാൻസിങ് ബാങ്കിൽ. അതിലോട്ടാണ് ഈ ഒരു ഫണ്ട് പോവുക. മനസ്സിലായോ? പിന്നെ അതിനുശേഷം നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു പ്രാവശ്യം അപ്പോയിന്റ് ചെയ്ത ലിക്വിഡേറ്ററിനെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാനും പകരം വേറെ ആളെ വെക്കാനും ഒക്കെ ആർക്ക് അധികാരമുണ്ട്? രജിസ്ട്രാർക്ക് അധികാരമുണ്ട്. After completing the liquidation proceedings, all books and records shall be kept by the liquidator for 3 years. On the expiry of the said period, the books and records may be destroyed by the liquidator on taking orders to that effect from the registrar. അതായത് ലിക്വിഡേഷൻ കഴിഞ്ഞ് അല്ലേ, അതുമായി ബന്ധപ്പെട്ട് കുറേ ബുക്സും റെക്കോർഡ്സും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് എന്താ ചെയ്യുക? ലിക്വിഡേറ്റർ അദ്ദേഹത്തിൻ്റെ അടുത്ത് 3 വർഷം സൂക്ഷിക്കും. ഇനി 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രജിസ്ട്രാർ എങ്ങനെയാണോ ഇത് ഡിസ്പോസ് ചെയ്യാൻ പറയുന്നത്, റൂൾ 70 പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യാൻ പറയുന്നത്, ആ പറയുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം? രജിസ്ട്രാറുടെ നിർദ്ദേശം അനുസരിച്ച് അത് ഡിസ്പോസ് ചെയ്യണം. പക്ഷെ 3 വർഷം ലിക്വിഡേറ്ററുടെ കയ്യിൽ തന്നെ ഇത് വെക്കണം എന്നുള്ളതാണ്. When all proceedings of winding up is completed, the registrar goes for auditing of accounts done by the liquidator. അല്ല, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ ചെയ്തിട്ടുള്ള കുറേ ഈ അസറ്റും ലയബിലിറ്റിയും അവിടുത്തെ ഫണ്ടൊക്കെ കൃത്യമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് മുഴുവനും ഓഡിറ്റ് ചെയ്യും. കണ്ടോ? ഓഡിറ്റ് ചെയ്യും. ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ്, ഇപ്പൊ രജിസ്ട്രാർ ഇതൊക്കെ നോക്കി പരിശോധിച്ച് വൈൻഡിങ് അപ്പിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലിക്വിഡേറ്റർ ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്, ഓഡിറ്റ് ഒക്കെ കഴിഞ്ഞു, അതിനുശേഷം എന്താ ചെയ്യുക? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ദ സൊസൈറ്റി ഗെറ്റ്സ് ക്യാൻസൽഡ്. അപ്പൊ ലാസ്റ്റത്തെ എന്താ ഉണ്ടാവുക? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. പിന്നെ ആ സംഘം ഉണ്ടോ? ഇല്ല, ആ സംഘം അടച്ചുപൂട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് അല്ലേ, ഒരു സംഘത്തിന്റെ രൂപീകരണം, രജിസ്ട്രേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന അഥവാ ലിക്വിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ അമെൻമെന്റ് വന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആദ്യം പറഞ്ഞ എത്ര പേര് അപ്ലിക്കേഷൻ കൊടുക്കണം, 3/4 മെമ്പേഴ്സ് ആണ്. പിന്നെ ഇയേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ, 3 വർഷം വരെ നമ്മുടെ ലിക്വിഡേറ്റർ ഈ ഒരു അക്കൗണ്ട്സും കാര്യങ്ങളും സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രൊസീജിയറൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. 2 വർഷം കൊണ്ട് ലിക്വിഡേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ കാര്യം ഇൻഫോം ചെയ്യേണ്ടത് ഗവൺമെന്റിനെയാണ്, ത്രൂ രജിസ്ട്രാർ ആണെന്നുള്ള പോയിന്റ് പറയുന്നുണ്ട്. എക്സ്റ്റൻഷൻ ടൈം മാക്സിമം 1 വർഷമാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ച് ചേർക്കേണ്ടത് ലിക്വിഡേറ്റർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ സെക്ഷൻസും റൂൾസും ഇതുമായി ബന്ധപ്പെട്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. ഇതിനപ്പുറം വേറെ ഒരു പോയിന്റും അതിലില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്